ആഗോള സുവിശേഷകനും സൗഖ്യദായക ശുശ്രൂഷകനും ബൈബിൾ പരിഭാഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് നയിക്കുന്ന മെഗാ ബൈബിൾ ക്വസ് റിയാലിറ്റി ഷോ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവാം ദൈവമേ, അവിടുത്തെ പാതപീഠത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ സഹായിച്ചിരിക്കുന്ന എല്ലാ കൃപകൾക്കായിട്ടും അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇപ്പോഴീ ശുശ്രൂഷ ഞങ്ങൾ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. പങ്കെടുക്കുവാനായി കടന്നു വന്നിരിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ നിന്നുകൊണ്ട് ഇതിൽ പങ്കെടുക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ എല്ലാ സാങ്കേതികമായ ക്രമീകരണങ്ങളിലും അവിടുത്തെ ദിവ്യ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ, കാവൽ ചെയ്തുകൊള്ളണമേ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ റെക്കോർഡ് ചെയ്യുവാനും സംരക്ഷിക്കുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ നാനാ രാജ്യങ്ങളിൽ വീക്ഷിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ അങ്ങേ അനുഭവമാക്കുവാനും അവിടുത്തെ നാം ഉയർത്തുവാനും വേദപ്രവകൾ മനസ്സിലാക്കുവാനും അനേകർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും എളിയ ശുശ്രൂഷ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേഴിലും അങ്ങയിലെ കൊണ്ട് ഈ ശുശ്രൂഷ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിനെ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുവാനാണമേ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ക്രിസ്ത്യൻ ഗ്രൗണ്ട് 23 എന്ന ബൈബിൾ മെഗാ ക്വിസ് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് 4ാമത്തെ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങളെല്ലാം തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. റൈറ്റ്? വെൽ, നേരത്തെ ഉള്ള നമ്മുടെ സ്റ്റേജസിൻ്റെ ഏതാണ്ട് അതുപോലെയുള്ള ഘടനയാണ് ഇപ്പോഴും ഉള്ളത്. ഒരു റൗണ്ടിന് മാത്രം അല്പ വ്യത്യാസമുണ്ട്. റൈറ്റ്? ഓരോ ചോദ്യത്തിനും 5 മാർക്ക്, മൈനസ് മാർക്ക്. തെറ്റുകയാണെങ്കിൽ ഒരു മൈനസ് മാർക്ക്, ശരിയാണെങ്കിൽ 5 മാർക്സ്. ഒന്നും നൽകുന്നില്ല എങ്കിൽ 1 മാർക്കും കുറയുകയില്ല, കൂടുകയുമില്ല. റൈറ്റ്? അപ്പോൾ ആ ഘടനയൊക്കെ അതുപോലെ തന്നെയാണ്. ആദ്യത്തെ റൗണ്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. അതിവിടെ ഷാനി ജോസിന് ആരംഭിക്കും. ഓരോരുത്തർക്കും ഓരോ ചോദ്യം വീതം. റൈറ്റ്? 3 ചോദ്യങ്ങൾ. രണ്ടാമത്തേത് ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. അതും ഓരോരുത്തർക്കും ഓരോ ചോദ്യമാണ്. സൂസൻ നാനാണ് ആരംഭിക്കും. റൈറ്റ്? അടുത്തതായിട്ട് ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ടാണ്. 3 ചോദ്യങ്ങൾ. മിനി സൂസൻ ഷാജിയിൽ നിന്നായിരിക്കും അത് ആരംഭിക്കുന്നത്. അതും 5 മാർക്സ് ക്വസ്റ്റ്യൻസാണ്. ബൈബിൾ ബമ്പർ റൗണ്ടിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആദ്യത്തെ 2 സ്റ്റേജുകളിൽ 2 ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ ചോദ്യത്തിന് 2 മാർക്കും രണ്ടാമത്തെ ചോദ്യത്തിന് 3 മാർക്കും. എന്നാൽ കഴിഞ്ഞ സ്റ്റേജിൽ നാം അത് 2 ചോദ്യങ്ങൾക്ക് 5 മാർക്ക് വീതം നൽകിയത്. ചില മത്സരാർത്ഥികളൊക്കെയും ആവശ്യപ്പെട്ടതനുസരിച്ച്, കാരണം അവർ കൂടുതലൊരു എക്സ്പോസിഷൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് ബൈബിൾ ബമ്പർ റൗണ്ടിൽ കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തണം, അതാകുമ്പോൾ പൊതു ചോദ്യങ്ങൾ കൂടുതൽ ലഭിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഈ പ്രാവശ്യം ബൈബിൾ ബമ്പർ റൗണ്ടിൽ 5 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ചോദ്യത്തിന് 3 മാർക്ക് വീതം 15 മാർക്കുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു അവസരം ലഭിക്കും. പൊതു ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ബൈബിൾ ബമ്പർ റൗണ്ടിൽ 5 ചോദ്യങ്ങൾ, ഒരു ചോദ്യത്തിന് 3 മാർക്ക് വീതം 15 മാർക്കുകൾ അതിന് അലോട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമുള്ളത് വോയിസ് ഓഫ് ടൈംസ്, കാലഘട്ടത്തിൻ്റെ ശബ്ദം എന്ന പ്രസംഗ മത്സരമാണ്. ആധുനിക ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആരാധനയിൽ സാക്ഷ്യ ശുശ്രൂഷ പങ്ക് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് പ്രസംഗിക്കേണ്ടത്. പ്രസംഗത്തിൻ്റെ സമയം 7 മിനിറ്റാണ്. ഏറ്റവും കുറഞ്ഞത് 6 മിനിറ്റ് പ്രസംഗിക്കണം. അത് കഴിഞ്ഞ ശേഷം വാർണിംഗ് ബെല്ല് 6 മിനിറ്റ് കഴിയുമ്പോൾ ലഭിക്കും. പിന്നീട് 7 മിനിറ്റിനകം പ്രസംഗം അവസാനിപ്പിക്കണം. 7 മിനിറ്റ് കഴിഞ്ഞ് പ്രസംഗം മുൻപോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് മാർക്കിനെ ബാധിക്കും. 6 മിനിറ്റ് മുൻപേ പ്രസംഗം അവസാനിപ്പിക്കുകയാണെങ്കിലും മാർക്കിനെ ബാധിക്കും. 6നും 7നും ഇടയ്ക്ക് പ്രസംഗം നിർത്തണം. 7 മാർക്കാണ് അതിന് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയും റൗണ്ട്സ് കഴിഞ്ഞിട്ടും നമുക്ക് ഒരു ജേതാവിനെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അടുത്തതായിട്ട് ഞാൻ മിസ്റ്റർ ലൂയിയുടെ അനുവാദത്തോടുകൂടി ബൈബിൾ ബോംബ് ഉപയോഗിക്കേണ്ടി വരും. റൈറ്റ്? കാരണം അടുത്ത സ്റ്റേജിലേക്ക് ഒരു വിജയിയെ അയച്ചേ മതിയാകത്തുള്ളൂ.
ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു സംശയമില്ല. സൂസന് ഇല്ല. ആർക്കും സംശയങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ സ്കോർ കീപ്പേഴ്സ് കം ജഡ്ജസിനെ പരിചയപ്പെടുത്തുകയാണ്. മിസ്റ്റർ രാജയെ നിങ്ങൾക്കറിയാം, എൻ്റെ പത്നിയും കൂട്ടുകാരക്കാരിയുമാണ്. ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ കർത്തനാമത്തിൽ രാജയെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ടുള്ളത് മിസ്സസ് ബ്ലെസ്സി സജിയാണ്. കുട്ടിക്കാലം മുതൽ എൻ്റെ ശുശ്രൂഷയോടൊപ്പം UAE വളർന്നതാണ്. ബ്ലെസ്സിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭർത്താവ് അവിടെ യൂത്തിന് വിങ്ങിൽ പ്രവർത്തിക്കുന്നു ദുബായിലെ മിസ്റ്റർ സജീവ് വർക്കി. മാതാപിതാക്കന്മാർ മിസ്റ്റർ PM മത്തായും മോളി മത്തായും ഇവിടെ തന്നെ താമസിച്ച് ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ സൈഡ് മാനേജറാണ് പ്രിയപ്പെട്ട മത്തായച്ചൻ. മോളിയും ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ മ്യൂസിയം മറ്റെല്ലാ കാര്യങ്ങളും വ്യാപൃതയായിരിക്കുന്നത്. അങ്ങനെ സമ്പൂർണ്ണമായിട്ട് ഈ വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിന് ഒരു കുടുംബമായിട്ടാണ് അവർ വർത്തിക്കുന്നത്. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ബ്ലെസ്സി ഞാൻ കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങളെ തന്നെ നമ്മുടെ ഇന്നത്തെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. എൻ്റെ പേര് ഷാനി ജോസ്. ഞാൻ ട്രിവാൻഡ്രം ജില്ലയിൽ പൗടിക്കുളം ദേശത്ത് നിന്ന് കടന്നു വരുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് സുവിശേഷ വേലയിലാണ്. 2 മക്കളുണ്ട്. മോള് 10ാം ക്ലാസ്സിലും മോൻ 8th സ്റ്റാൻഡേർഡിലും പഠിക്കുന്നു. വളരെ അനുഗ്രഹമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. യെസ്, മിനി സൂസൻ ഷാജി. എൻ്റെ പേര് മിനി സൂസൻ ഷാജി. ഞാൻ കോഴഞ്ചേരി കുറിയന്നൂർ ദേശത്ത് നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡും 2 കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. കുഞ്ഞുങ്ങൾ 2 വിവാഹിതരാണ്. മോൻ ചെന്നൈയിൽ, മോൾ ഓസ്ട്രേലിയയിലും വസിക്കുന്നു. താങ്ക് യു. സൂസൻ. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് സൂസൻ നൈനാൻ. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നാണ് വരുന്നത്. താബോർ IPC പൂന്തുരുത്ത് ദൈവസഭയിൽ ആരാധിച്ചു വരുന്നു. എനിക്കൊരു മകനാണ്. കുടുംബമായിട്ട് UK-യിലായിരിക്കുന്നു. ഈ ശുശ്രൂഷ കർത്താവ് യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് അനുഭവമാക്കുവാനും അനേകർക്ക് അനുഭവമാക്കി കൊടുക്കുവാനും ദൈവവചനത്തിൻ്റെ പൊരുളുകൾ മനസ്സിലാക്കുവാനും മറ്റനേകർക്ക് അത് പകർന്നു കൊടുക്കുവാനും മുഖാന്തരമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ആരംഭിക്കുകയാണ്. So the first question will go to Shani Jose. First round. All right, ready ആണോ? മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ഇസ്രായേൽ മക്കൾ ആദ്യമായി പാചകം ചെയ്തത് എന്ത്? പുളിപ്പില്ലാത്ത മാവ് കൊണ്ട് അപ്പം ഉണ്ടാക്കി. Right. 5 marks for Shani Jose. Second question to Mini Susan Shaji. എബൻ എസർ എന്നാൽ എന്ത്? ഇത്രത്തോളം യഹോവ സഹായിച്ചു. അതതിൻ്റെ അർത്ഥമാണ്. പക്ഷെ എന്താണത് വാസ്തവത്തിൽ? സാമുവേൽ പ്രവാചകൻ പണിത യാഗപീഠം. അല്ല. ഫെലിസ്തരോട് ഇസ്രായേൽ മക്കൾ യുദ്ധം ചെയ്യാനായിട്ട് പോയ സ്ഥലവുമാണ് എബനേസർ. അല്ല. ഈ പറഞ്ഞതെല്ലാം ഉണ്ട്, പക്ഷേ പൂർണ്ണ പറഞ്ഞാൽ പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷെ ഒരു മർമ്മമായിട്ടൊരു താക്കുവാറുണ്ട്, അതൊന്ന് പറയണം. ശരി, ഞാൻ അവരോടുകൂടി ചോദിക്കട്ടെ. യെസ്, പാസ് ഓഫ് ബിനി. ഇതുവരെ പറഞ്ഞ മറുപടികൾക്ക് 5 മാർക്കാണ് ചോദ്യം. അർത്ഥം പറഞ്ഞു, പേര് പറഞ്ഞു, കാര്യം 2 മാർക്ക് കൊടുത്തു. യെസ്, സൂസൻ. ശമൂവേൽ പ്രവാചകൻ ഒരു കല്ലെടുത്ത് നാട്ടി അതിന് എബനേസർ എന്ന് പേരിട്ടു. കല്ല് നാട്ടിയ കാര്യം പറഞ്ഞില്ല. അവിടെ അല്ലയോ പ്രശ്നം. സൂസൻ അതിങ്ങനെ പിടിക്കാനായിട്ട് നിൽക്കുകയായിരുന്നു. ബാക്കിയെല്ലാം ശരിയാണ്, പക്ഷെ കല്ല് നാട്ടാതെ ബാക്കി പേര് അർത്ഥം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കല്ല് നാട്ടിയ ശേഷമാണ്. ആം ഐ റൈറ്റ്? റൈറ്റ്. അങ്ങനെ ചെറിയ ഒരു ശരി. 2ാമത്തെ ചാൻസാണ് സൂസൻ നൈനിന് കിട്ടുന്നത്. സോ 2 മാർക്സ് ഫോർ സൂസൻ നൈൻ. റൈറ്റ്? ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഇതിനകത്തിലുണ്ട്, പക്ഷേ ഈ ഒരു കല്ലൊന്ന് വായിലോട്ട് വരാനായിട്ട് ഞാൻ പരിശ്രമിക്കുകയാണ്, പക്ഷേ വരുന്നില്ല. റൈറ്റ്. സൂസൻ നൈനാണ്. റൈറ്റ്. തിരുവചനത്തിൽ ശവപ്പെട്ടി ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകത്തിലെ യൗസേപ്പിൻ്റെ ശരീരം ശവപ്പെട്ടിയിൽ വെച്ചു എന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നത്. വളരെ ശരിയായ മറുപടിയാണ്. റൈറ്റ്. 5 മാർക്സ് ഫോർ സൂസൻ നൈനാൻ. റൈറ്റ്. സോ ഗിവ് ദ സ്കോർ. Shani Jose gets 5 marks. Shani Jose gets 5 marks. Mini Susan Shaji
2 marks. Mini Susan Shaji gets 2 marks. And Mrs. Susan Nainan 7. Mrs. Susan Nainan 7 marks. We go to the New Testament round. ഇപ്രാവശ്യം ആരംഭിക്കുന്നത് സൂസനിൽ നിന്നാണ്. റൈറ്റ്? റെഡി ദേ. തൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവാൽ നിറയപ്പെട്ട വ്യക്തി ആര്? അതിൻ്റെ തെളിവെന്ത്? യോഹന്നാൻ സ്നാപകനാണ്. യോഹന്നാൻ സ്നാപകനാണ്. ആദ്യ ഭാഗം ശരിയാണ്. മറിയയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ മറിയ വന്ദനം ചെയ്തപ്പോൾ, എലിസബത്തിനെ വന്ദനം ചെയ്തപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടക്കുന്ന പിള്ള പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് തുള്ളി എന്നവിടെ എഴുതിയിരിക്കുന്നു. തീർച്ചയായിട്ടും അതന്നെ ശരിയാണ്. അതാണ് അതിൻ്റെ ശരിയായ മറുപടി. ദാറ്റ്സ് എ റൈറ്റ് ആൻസർ. 5 marks for Susan Nainan. റൈറ്റ്. പിള്ള തുള്ളി, അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫോർ മിനി സൂസൻ ഷാജി. റൈറ്റ്. ക്രിസ്ത്യാനി എന്ന പദം ബൈബിളിൽ എത്ര പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു? എവിടെയെല്ലാം? അറിയില്ല. പാസ്. യെസ്. ഷാനി ജോസ്. 2 പ്രാവശ്യം. -1 mark for ഷാനി ജോസ്. സൂസൻ നൈനാൻ 3 പ്രാവശ്യം. 3 പ്രാവശ്യം. ഉത്തരം വളരെ ശരിയാണ്. 2 പ്രാവശ്യം അപ്പോസ്തല പ്രവൃത്തിയിൽ 11, 26, 26, 28, 1 പത്രോസ് 4, 16. റൈറ്റ്. സൂസൻ നൈനാൻ ഗെറ്റ്സ് 4 marks. ഷാനി ജോസ്. മെലിത്ത ദ്വീപിൽ നിന്നും പൗലോസും കൂടെയുള്ളവരും റോമിലേക്ക് പുറപ്പെട്ട കപ്പലിൻ്റെ പ്രത്യേകത എന്താണ്? നക്ഷത്രം ഉണ്ടായിരുന്നു. -1 mark. അലക്സാന്ദ്രിയ കപ്പലാണ്, അശ്വിനി ചിഹ്നമുള്ള. Right. 4 marks for Susan Nainan. So that brings us to the close of the New Testament round. വേദപുസ്തകത്തിൽ ഒരു കപ്പലിന് മാത്രമേ അടയാളം പറഞ്ഞിട്ടുള്ളൂ. അശ്വിനി ചിഹ്നമുള്ള ഈ കപ്പൽ. നിങ്ങൾ എവിടെ കോമ്പറ്റീഷന് പോയാലും ഓർത്തോളണം. ഒറ്റ കപ്പൽ, ഈ കപ്പലിന് മാത്രമേ ഐഡൻറ്റിഫിക്കേഷൻ ഉള്ളൂ. ഇംഗ്ലീഷിൽ അതിന് 2 വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ അശ്വിനി ചിഹ്നമുള്ള. റൈറ്റ്. So will you please give the marks? Shani Jose gets -2. Shani Jose gets -2. Mini Susan Shaji, no marks. Mini Susan Shaji gets no mark. Susan Nainan gets 13. And Susan Nainan gets 13 marks. Next question is the Christian focus round. Mini Susan Shaji. ബൈബിളിൽ ഏറ്റവും അവസാനമായി പ്രതിപാദിച്ചിരിക്കുന്ന ദൂതൻ്റെ പേര് ഗ്രീക്ക് ഭാഷയിലും എബ്രായ ഭാഷയിലും എന്താണ്? അബ്ബദോനും ശരിയായ മറുപടിയാണ്. 5 marks for Mini Susan Shaji. Next is for Susan Nainan. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൺവെൻഷൻ ഏതാണ്? മാരാമൺ കൺവെൻഷൻ. 5 marks for Susan Nainan. And the third question. കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന വിശ്വപ്രശസ്ത ശുശ്രൂഷ ഏത്? യെസ്. അടുത്ത ചാൻസ് ആർക്കാണ്? മിനി സൂസൻ ഷാജി. യെസ്. UESI ഇവാഞ്ചലിക്കൽ സ്റ്റുഡൻസ് അല്ല, വിശ്വപ്രശസ്തമായ. റൈറ്റ്. -1 mark for Mini Susan Shaji. Yes, Susan? Pass. Campus Crusade for Christ. ശരിയാണോ? Biggest. Okay. That brings us to the close of the Christian focus round. Will you please give the marks? Shani Jose nil. Shani Jose nil. Mini Susan Shaji 4. Mini Susan Shaji 4 marks. And Susan Nainan 5. And Susan Nainan 5. Right? അടുത്തത് ബൈബിൾ ബമ്പർ റൗണ്ടാണ്. അഞ്ച് ചോദ്യങ്ങൾ. നേടാനുള്ളത് 15 മാർക്കാണ്. ഒരു ചോദ്യത്തിന് 3 മാർക്ക് വീതം. ബസറിൽ കൈ അമർത്തണം. ആദ്യമേ പ്രകാശിക്കുന്ന ബസറിനായിരിക്കും ഉത്തരം നൽകുവാനുള്ള അവസരം ലഭിക്കുന്നത്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഹാമാൻ കഴുമരം ഉണ്ടാക്കിയത്? അതിൻ്റെ ഉയരം? യെസ് സൂസൻ. ഹാമാൻ്റെ ഭാര്യയായിരിക്കുന്ന സേരസൻ പറഞ്ഞിട്ട് 50 മുഴം പൊക്കമുള്ള കഴുമരം ഉണ്ടാക്കി.
റൈറ്റ്, 3 marks ഫോർ സൂസൻ നൈനാൻ. രണ്ടാമത്തെ ചോദ്യം, ശലോമോൻ രാജാവിന് എത്ര രഥങ്ങളും എത്ര കുതിരപ്പടയാളികളും ഉണ്ടായിരുന്നു? 12,000 കുതിര ആലയങ്ങളും കുതിരാലയങ്ങളല്ല, കുതിരപ്പടയാളികൾ. കുതിരപ്പടയാളികളും 1200. 1200 രഥങ്ങൾ തെറ്റാണ്. 1400 രഥങ്ങളാണുള്ളത്. സോ 1 mark only ഫോർ ബിനി സൂസൻ ഷാജി. വളരെ എളുപ്പമായ ചോദ്യമാണ്. ബസ്സിൽ കൈവച്ചോളൂ. തിരുവചനത്തിലെ ആദ്യത്തെ പട്ടണം പണിത് ആരാണ്? പട്ടണത്തിൻ്റെ പേരെന്താണ്? യെസ്, സൂസൻ നൈനാൻ. ഹാനോക്ക്. ഹാനോക്ക് ആരാണ്? കൈൻ്റെ മകൻ ഹാനോക്ക്. കൈൻ്റെ മകൻ ഹാനോക്ക്. ശരിയായ മറുപടിയാണ്. എന്താ? ഹാനോക്കാണ് പണിതത്. ഹാനോക്കിൻ്റെ മകൻ്റെ പേരിട്ടു. ഹാനോക്കെന്ന് അല്ല, പട്ടണത്തിന് ഹാനോക്ക് എന്ന് പേരിട്ടു. ആരാ പണിതത്? കൈൻ. കൈൻ പട്ടണം പണിതു, ഹാനോക്ക് എന്ന് പേരിട്ടു. തിരിച്ചാണ് ആദ്യം പറഞ്ഞത്. പോട്ടെ, യു ഗെറ്റ് 3 marks ഫോർ ദാറ്റ്. റൈറ്റ്, റെഡി? പ്രസ് ചെയ്യാൻ താമസിക്കുന്നു ഷാനി, അതായി പ്രശ്നം. 3 പ്രസ് ചെയ്തു, അപ്പോഴേക്കും അവിടെ കയറി പ്രസ് ചെയ്ത് കഴിച്ചു. റൈറ്റ്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും. ആരോട് പറഞ്ഞു? യെസ്, അവിടെ ആദ്യമേ പ്രസ് ചെയ്ത്, ചോദ്യത്തിന് മുമ്പ് തന്നെ പ്രസ് ചെയ്തു. യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാവിനോട് പറഞ്ഞു. ഉത്തരം വളരെ ശരിയാണ്. അപ്പോൾ ചോദിക്കുന്നതിന് മുമ്പ് അവിടെ പ്രസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇനി അങ്ങനെ ചെയ്യണം. റൈറ്റ്, 3 marks ഫോർ സൂസൻ നൈനാൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ശേഖയം മാനഭംഗപ്പെടുത്തിയ യുവതിയുടെ അമ്മയുടെ പേരെന്ത്? ലേയ. യെസ്, 3 marks ഫോർ സൂസൻ നൈനാൻ. All right? Will you please give the scorecard for the Bible bumper round? Yes. Shani Jose gets 0 marks. Shani Jose gets 0 mark. Mini Susan Shaji 1 marks. Mini Susan Shaji 1 mark. Susan Nainan 12 marks. Susan Nainan 12 marks. Right. ഇവിടെ പ്രസംഗവേദി ഉണ്ടാവും. ഇവിടെ വന്ന് പ്രസംഗിക്കണം. 2 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. മിനിമം 6 മിനിറ്റ് പ്രസംഗിക്കണം, മാക്സിമം 7 മിനിറ്റ്. റൈറ്റ്? യെസ്, ബി റെഡി. ഷാനി ജോസ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശ്രോതാക്കളായിരിക്കുന്ന സഹോദരങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വേഡ് ടു വേഡ് എന്ന ഈ പ്രസ്ഥാനത്തിലൂടെ ബഹുമാനപ്പെട്ട മാത്യു സാർ നയിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാനും ദൈവസന്നിധിയിൽ ദൈവവചനവുമായി നിൽപ്പാൻ ദൈവയുടെ സർവശക്തനായ ദൈവം കൃപ ഒരുക്കിയനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്ത് വചനചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വിഷയം ആധുനിക ക്രൈസ്തവ സഭയിലെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആരാധനയിലെ സാക്ഷ്യത്തിൻ്റെ പങ്ക് എന്ന വിഷയത്തെ പറ്റിയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവവചനം സത്യവേദ പുസ്തകമെന്ന് നാം അറിയപ്പെടുമ്പോൾ ലോകത്ത് വെച്ച് തന്നെ അനേകം വേദങ്ങളും വേദപുസ്തകങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥമായി ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ സത്യവേദ പുസ്തകം എന്ന പേരിന് അർഹമായിട്ടുള്ള തിരുവചനം നമ്മുടെ ബൈബിളാണ്. ഇതിനെ തിരുത്തി എഴുതുവാനോ ഇതിനെ മാറ്റിക്കുറിക്കുവാനോ ഈ ലോകത്ത് ആരും തന്നെ ശ്രമിക്കാതിരിക്കുമ്പോൾ, അതിന് കഴിയാതിരുന്നപ്പോൾ, പക്ഷേ ഒരു വശത്ത് ഇതിനെ നശിപ്പിക്കാൻ നോക്കിയ സ്ഥാനങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ വചനം അതിയായി വളരുകയും ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ പരിവർത്തനം ചെയ്ത അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്തിയ ഒരു പുസ്തകം ബൈബിളാണ്. ഈ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതിൽ വളരെയധികം സന്തോഷത്തോടെ ഞാനായിരിക്കുന്നു. നമ്മുടെ ദൈവം വിശുദ്ധമാണ്, അത് ഇരുവായ്ത്തലയുള്ള വാളാണ്. ഏത് സദ്യമജനകളെയും തുളച്ചു ചെല്ലുന്ന വചനം ഉള്ള ഈ ബൈബിൾ അല്ലെങ്കിൽ ഇതിലെ വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സൗഖ്യവും ആരോഗ്യവും സമാധാനവും സന്തോഷവും തരുന്ന ഒരു വേദപുസ്തകമാണ്. യഥാർത്ഥമായത് മാത്രം പ്രതിപാദിക്കുന്ന പുസ്തകം. ഈ പുസ്തകം ഏത് മനുഷ്യനെയും മാറ്റിമറിപ്പാൻ കഴിവുള്ളതാണ്.
സ്നേഹത്തിലൂടെയും സന്തോഷത്തിലൂടെയും ക്രിസ്തുവിൻ്റെ അനുകാരികളായി തീരുവാൻ ദൈവവചനം വായിക്കുന്നതിലൂടെ കഴിയും, സാധ്യവുമാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ വിഷയം ആധുനിക സഭയിൽ ആരാധനയിൽ സാക്ഷ്യത്തിൻ്റെ പങ്ക്, അതിൻ്റെ വളർച്ച, ഉയർച്ച, സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി തീരുന്നത്. സഭ എന്ന് പറയുമ്പോൾ തന്നെ സഭ വേർതിരിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമാണ്. സഭയുടെ തല ക്രിസ്തുവാണ്. ക്രിസ്തു ഇല്ലാത്ത ഒരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് പറയുവാൻ കഴിയുകയില്ല. സഭയുടെ വളർച്ചയ്ക്ക് ഏറ്റവും നിതാന്തമായിരിക്കുന്നത് സാക്ഷ്യം തന്നെയാണ്. നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അനുഗ്രഹങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാനും ഒക്കെയുള്ള സന്ദർഭങ്ങൾ ആരാധനയിൽ നമുക്കുണ്ട്. അപ്പോൾ തന്നെ കടന്നു വരുന്ന ജനത്തിന് ഒരു ജീവനും ചൈതന്യവും ലഭിക്കത്തക്കവണ്ണം നമ്മുടെ പുതിയ സാക്ഷ്യങ്ങൾ, നമ്മുടെ ദൈവം നമുക്ക് ജീവിതത്തിൽ ചെയ്ത കാര്യാദികൾ വർണ്ണിക്കുമ്പോൾ അവിടെ അത് സാക്ഷ്യമായി പൊങ്ങുന്നത് ആരാധനയിലൂടെയും പ്രസംഗത്തിലൂടെയും അതുമാത്രമല്ല പാട്ടിലൂടെയും ദൈവവചനത്തെ അല്ലെങ്കിൽ അവരുടെ സ്വന്തം അനുഭവങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. അത് ആരാധനയിൽ ജീവനും ചൈതന്യവും ആത്മാവിൻ്റെ ഒരു തീഷ്ണതയും ഉളവാകുവാനും ആത്മീക ശക്തി പ്രാപിപ്പാനും നമുക്ക് സഹായിക്കുന്നു. എന്നാൽ സഭ വളരണമെങ്കിൽ നമ്മുടെ കൂട്ടായ്മയിലുള്ള ആരാധനയും പാട്ടും ആ ആത്മീക തീഷ്ണതയും പുറത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ഭാവം ധരിച്ചവരായി ക്രിസ്തീയ സ്നേഹത്തിലും ക്രിസ്തു എന്താണോ പറഞ്ഞത് അതിനനുസരിച്ച് ജീവിപ്പാൻ നാം ഇടയാകണം. യേശുവിൻ്റെ അന്ത്യകൽപ്പനയായിരുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക എന്നുള്ളത് യേശു ക്രിസ്തുവിൻ്റെ അന്ത്യകൽപ്പനയായിരുന്നു. ഈ അന്ത്യകൽപ്പന പ്രമാണിക്കേണ്ടതും ചെയ്യേണ്ടതും യേശുവിൻ്റെ ശിഷ്യരായ നാം ഓരോരുത്തരുമാണ്. ദൈവത്തിൻ്റെ വക്താക്കളായി, ദൈവത്തിൻ്റെ പത്രമായി നാം നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടത് ആവശ്യമാണ്. നാം ആലയത്തിൽ നിന്ന് പ്രാപിച്ച അനുഗ്രഹങ്ങളും ആ ധൈര്യവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നമ്മെ ദൈവവചനം വിളമ്പുന്നതിനായിട്ട് നമ്മെ ധൈര്യപ്പെടുത്താറുണ്ട്. ഈ വചനം ആവശ്യമുള്ളിടത്ത് ആരാണോ സമാധാനമില്ലാതിരിക്കുന്നത്, രോഗികളായിരിക്കുന്നത്, അവരുടെ ഇടയിൽ പറയുവാനും യേശുവിലൂടെ സൗഖ്യമുണ്ടെന്നും ഒക്കെ നമുക്ക് പ്രഖ്യാപിക്കുവാൻ കഴിയുന്ന ഒരു അവസരമാണ്. അതുമാത്രമല്ല, വചനവും അവരോട് പറയണം. ഈ വചനത്തിലൂടെ ഈ ലോകത്ത് നമുക്ക് എന്തൊക്കെ നേടിയാലും അതെല്ലാം നശ്വരമാണ്, ഇവിടെ ഇട്ടിട്ട് പോകേണ്ടി വരും. എന്നാൽ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവിന് വേണ്ടി നമ്മുടെ ജീവനെ കൊടുക്കാൻ പോലും നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ്. എന്നാൽ ആ കർത്താവിന് നമ്മെ നയിക്കുവാനും സമാധാനം നൽകുവാനും സൗഖ്യം നൽകുവാനും കഴിയുമെന്ന് ദൈവവചനത്തിലൂടെ മറ്റ് യേശുവിനെ അറിയാത്തവരോട് പ്രഖ്യാപിക്കുവാൻ നമുക്ക് ബാധ്യസ്ഥരാണ്. ധൈര്യത്തോടെ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രേ വേണ്ടത് എന്ന് നാം ദൈവവചനം പറയുന്നു. അതുപോലെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. വിശ്വാസം വരുന്നത് കേൾവിയാലാണ്, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലാണ്. ക്രിസ്തുവിൻ്റെ വചനം നാം പ്രസ്താവിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്കത് കേൾക്കുവാനും അതിലൂടെ രക്ഷ പ്രാപിപ്പാനും കഴിയുകയുള്ളൂ. ഈ ക്രിസ്ത്യാനിയായി അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തി വിശ്വാസത്തിലൂടെ സഭയിലേക്ക് വരുമ്പോൾ സഭയുടെ വളർച്ച അവിടെ ആരംഭിക്കുകയാണ്. ഇതിൻ്റെ മധ്യത്തിൽ ഉപവാസങ്ങളും പ്രാർത്ഥനകളും ആരാധനകളും നമ്മുടെ ജീവിതങ്ങൾ ഉണ്ടാകണം. കർത്താവ് നമ്മെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു. ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പും യേശു കർത്താവ് പ്രാർത്ഥന ജീവിതമുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ യേശു കർത്താവിനെ പോലെ നാം അനുകാരികളായി ദൈവത്തിന് പ്രാപിപ്പാനും പ്രാർത്ഥിപ്പാനും അതിലൂടെ മറ്റുള്ളവരെ ദൈവത്തിന് വേണ്ടി നേടുവാനും നാം കഴിയേണ്ടത് ആവശ്യമാണ്. പ്രത്യേക ഈ നാളുകളിൽ നാം വിശ്വാസത്തോട് മുന്നോട്ട് പോകുമ്പോൾ അന്ധകാരത്തിൽ കിടക്കുന്ന ജനത്തെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മളെ കൊണ്ട് കഴിയും. ദൈവിക വചനത്തിലൂടെ ദൈവിക പ്രമാണത്തിലൂടെ നാം മുന്നോട്ട് പോവുകയും ഈ ലോകത്തുള്ള സകലത്തിനേക്കാൾ കർത്താവിൻ്റെ രാജ്യത്തിനായി അനേകരെ ഒരുക്കുവാൻ ഈ നാളുകളിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വിഷയത്തിൽ നിന്ന് ഇരുന്നോളൂ. മിനി സൂസൻ ഷാജി. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന മാത്യു സാർ, ജഡ്ജസ്, അതുപോലെ എല്ലാ എൻ്റെ
സ്നേഹിതർക്കും കൂപ്പുകയും. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് തന്നിരിക്കുന്ന വിഷയമാണ് ആധുനിക ക്രൈസ്തവ സഭയിൽ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ആരാധനയിൽ സാക്ഷ്യത്തിൻ്റെ പങ്ക് എന്നുള്ളതാണ്. സഭ എന്നതിനെപ്പറ്റി പുതിയ നിയമത്തിൽ പല നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സഭ അത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. സഭ ക്രിസ്തുവിൻ്റെ വിശുദ്ധ മന്ദിരമാണ്. സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. സഭ ദൈവിക നിർമ്മാണമാണ്. സഭ ദൈവിക ഭവനമാണ് എന്നൊക്കെ അതുപോലെ പല നിർവചനങ്ങൾ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് യേശു ക്രിസ്തു പത്രോസിനോട് പറയുന്നുണ്ട്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ പത്രോസ് അപ്പോസ്തലനെ ഭരമേൽപ്പിക്കുകയുണ്ടായി. ക്രിസ്തുവാവുന്ന പാറമേൽ, ക്രിസ്തുവാവുന്ന മൂലക്കല്ലിൽ അടിസ്ഥാനപ്പെട്ട് പണിതുയർത്തിയതാണ് ക്രൈസ്തവ സഭ. ആ ക്രൈസ്തവ സഭയുടെ ആരംഭം പെന്തിക്കോസ്ത് ദിനത്തിലായിരുന്നു. പത്രോസ് അപ്പോസ്തലനും 3000 പേരും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അഗ്നിനാവ് പോലെ പിളർന്ന നാവുകൾ വന്ന് പെന്തിക്കോസ്ത് അനുഭവം അവർക്ക് ലഭ്യമാവുകയും അവർ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിനെ സാക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തമ്മിൽ കൂട്ടായ്മ ആചരിച്ചും ദേവാലയത്തിൽ കൂടി വരികയും കൂട്ടായ്മ ആചരിച്ചും സ്തോത്രങ്ങൾ പാടിയും അപ്പം നുറുക്കിയും അവർ ഏകഹൃദയത്തോടും പരമാർത്ഥ ഹൃദയത്തോടും കൂടെ ആലയത്തിൽ കൂടി വന്നു. ആ സമയം തന്നെയായിരുന്നു, ആ ആരാധനയുടെ മധ്യയായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവർക്ക് ലഭ്യമാകുവാൻ ഇടയായി തീർന്നത്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭയിൽ ആരാധനയ്ക്ക് പ്രാധാന്യം അർഹിക്കുന്നു. 3000 പേർ അന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിറഞ്ഞ് സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകരായി തീരുവാനിടയാക്കി. അതുപോലെ ഉയിർപ്പിൻ്റെ സാക്ഷികളായി തീർന്ന മഗ്ദലന മറിയ, യോസയുടെ അമ്മ മറിയ, അപ്പോസ്തലന്മാർ എല്ലാം തന്നെ ഈ ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി തീരുകയുണ്ടായി. ആരാധനയിൽ പത്രോസ് അപ്പോസ്തലനും പെന്തിക്കോസ്ത് ദിനത്തിൽ പത്രോസ് അപ്പോസ്തലനും 3000 പേർക്കും ലഭിച്ച ആ ദൈവിക കൃപയോടൊപ്പം തന്നെ സഭയോട് രക്ഷിക്കപ്പെട്ടവരെ സഭയോട് കർത്താവ് കൂടുതലായി ചേർത്തുകൊള്ളുകയുണ്ടായി. അതുപോലെ തന്നെ പൗലോസും ശീലാസും തടവറയിൽ ഫിലിപ്പയുടെ കാരാഗ്രഹത്തിലിരുന്ന് പാടി സ്തുതിച്ചപ്പോഴാണ് അവിടെ ചങ്ങല പൊട്ടി കാരാഗ്രഹം തുറക്കുവാൻ ഇടയായി തീർന്നത്. അത് ആ കാരാഗ്രഹ പ്രമാണിയെ ഒരു ദൈവീയ സാക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ ഇടയായി തീർന്നു. സക്രിയ പുരോഹിതൻ്റെ എടുത്താൽ സക്രിയ പുരോഹിതൻ ധൂപം കാട്ടുവാൻ കടന്നു ചെന്നപ്പോൾ ആരാധനാ സമൂഹം സക്രിയ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ആ പ്രാർത്ഥന മൂലം സക്രിയ പ്രവാചകന് ദർശനം ലഭിക്കുകയും ആ ദർശനത്തിന് മുതലായി മസിഹായുടെ വഴിയൊരുക്കുവാനായി യോഹന്നാൻ സ്നാപകൻ എന്ന പ്രവാചകനെ മകനായി ലഭിച്ച് ദൈവത്തിന് മഹത്വം കരകയറ്റാനും സാക്ഷിയായി തീരുവാനും സക്രിയ പുരോഹിതന് കഴിയുകയുണ്ടായി. ദേവാലയത്തിൽ ആരാധനയിൽ തന്നെ ആരാധിച്ച് ശുശ്രൂഷ ചെയ്തിരുന്ന സിമ്യോനും ഹന്ന പ്രവാചകയ്ക്കും ലോകരക്ഷിതാവായ ക്രിസ്തുവിനെ കാണുവാൻ ഭാഗ്യം ലഭിക്കുകയും അത് അവർ ലോകത്തെങ്ങും ഘോഷിക്കുവാനും സാക്ഷ്യം പറയുവാനും ഇടയാക്കി തീർന്നു. ആരാധന നമ്മുടെ ക്രൈസ്തവ സഭയിൽ ആരാധനയ്ക്കുള്ള പ്രാധാന്യമാണ് ഇതെല്ലാം തന്നെ. പത്രോസ് അപ്പോസ്തലൻ തടവിലായ സമയത്തും മർക്കോസിൻ്റെ മാളികയിൽ സഭ ശ്രദ്ധയോടുകൂടി പത്രോസ് അപ്പോസ്തലന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കാരാഗ്രഹം തുറന്ന ദൂതൻ പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കുകയുണ്ടായി. തുടർന്ന് അവിടേക്ക് കടന്നു വന്ന് പത്രോസ് അപ്പോസ്തലൻ അവർക്ക് സാക്ഷിയായി തീരുകയുണ്ടായി. യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും എന്ന അടിസ്ഥാനത്തിൽ നമ്മെ ആരാധനാ സമൂഹമായി പണിതിരിക്കുന്നു. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആരാധനാ ഗീതങ്ങളാലും തമ്മിൽ പ്രാർത്ഥിച്ചും കൂട്ടായ്മ ആചരിച്ചും പോകുന്നതാണ് നമ്മുടെ ക്രൈസ്തവ സഭ. ആ ആരാധനാ സമൂഹത്തിന് മുതൽക്കൂട്ടായത് സഭയ്ക്ക് തന്നെ സഭയുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടായത്
പൗലോസ് അപ്പോസ്തലൻ്റെ സാക്ഷ്യം തന്നെയാണ്. ക്രിസ്ത്യാനികളെ ബന്ധിപ്പിച്ചും ഉപദ്രവിച്ചും ഡെമസ്കോസിലോട്ട് പോയ പൗലോസ് അപ്പോസ്തലന് വഴിയാത്രയിൽ കർത്താവിൻ്റെ ദർശനമുണ്ടാവുകയും ആ ദർശനത്തിലൂടെ ഒരു ക്രിസ്തുവിൻ്റെ ഒരു ഉത്തമ സാക്ഷിയായി മാറുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് പൗലോസ് അപ്പോസ്തലനായി 3 മിഷണറി യാത്രകൾ നടത്തുകയും അനേക സഭകളെ സ്ഥാപിതമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ 3 മിഷണറി യാത്രയിലും പൗലോസ് അപ്പോസ്തലൻ ചെയ്ത ഒരു കാര്യം, ഏതിടങ്ങളിൽ ചെന്നാലും അവിടെ ആരാധനകളുടെ ഒരു കൂട്ടത്തെ തയ്യാറാക്കുകയായിരുന്നു. ആ ദേവാലയമുണ്ടെങ്കിൽ അവിടെ ആരാധനയുടെ കൂട്ടത്തെ തയ്യാറാക്കി അവിടെ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ആ മിഷണറി യാത്രയിലൂടെ അനേക സഭകളെ സ്ഥാപിക്കാൻ തന്നെ പൗലോസ് അപ്പോസ്തലന് സാധിക്കുകയുണ്ടായി. ആ പൗലോസ് അപ്പോസ്തലൻ്റെ സാക്ഷ്യമാണ് അനേക സഭകൾ സ്ഥാപിതമാകുവാൻ ഇടയായിത്തീർന്നത്. ആദ്യ രക്തസാക്ഷിയായ സ്തേഫാനോസിൻ്റെ സാക്ഷ്യത്തിലൂടെയാണ് സുവിശേഷ അപ്പോസ്തലന്മാർ ചിതറി പലയിടത്തും സഞ്ചരിക്കുവാൻ ഇടയായതും സുവിശേഷം പ്രചരിപ്പിക്കുവാൻ ഇടയായതും. ഓരോ സഭയിലും ആരാധനയിലും സാക്ഷ്യത്തിൻ്റെ പങ്കാണ് തിരിക്കുന്നത്. എന്നാൽ ഈ നമ്മുടെ അടിസ്ഥാന ഘടകങ്ങളാണ്, സഭയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് പ്രാർത്ഥന, പഠനം, വചന പഠനം, സാക്ഷ്യം, സേവനം അല്ലെങ്കിൽ ശുശ്രൂഷ എന്നുള്ളത്. എന്നാൽ ഈ ആധുനിക ലോകത്ത് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത്, ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ആഗോളവൽക്കരണം, സഭയിൽ ഭിന്നതകൾ, അതുപോലെ ദൈവത്തെ തന്നെ മറന്നുകൊണ്ടുള്ള ജീവിതശൈലികൾ. ഈ ആധുനിക ഘട്ടത്തിൽ സഭയുടെ വളർച്ചയ്ക്ക് നമ്മൾ തന്നെ സാക്ഷികളായി തീരുവാൻ ഇടയാക്കണം. സഭയുടെ വളർച്ച, ആ വളർച്ച എന്നുള്ളത് ഗ്രോത്ത് എന്നുള്ള ഒരു ഡെഫിനിഷൻ വരുന്നുണ്ട്. G for goes to God in prayer daily, or read the Bible every day in your life. Obey the God's commandments. W, witnessing the Christ in your daily life. T, trust in God. And H for Holy Spirit. ആ ദൈവത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ, വചനപാരായണത്തിലൂടെ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ദൈവത്തിൻ്റെ സാക്ഷിയായി പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ സുവിശേഷവാഹകരായി തീരുവാനായി ദൈവം കൽപ്പിച്ചിരിക്കുന്നു. അപ്പോസ്തലന്മാരോട് പറഞ്ഞ പോലെ സകല സൃഷ്ടികളോടും പോയി സുവിശേഷം പ്രസംഗിക്കാൻ അരുളി ചെയ്ത ദൗത്യമാണ് ക്രിസ്തു പരമേൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യത്തിൻ്റെ വാഹകരായി സ്വന്തം അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ദൈവത്തെ മഹത്വീകരിച്ച് സഭയുടെ വളർച്ചയ്ക്ക് നമ്മളെല്ലാം ഉതകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ ഈ ചെറിയ പ്രസംഗത്തിൽ നിന്ന് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. മിസ്സസ് സൂസൻ നൈനാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വേൾഡ് ടു വേൾഡ് മെഗാ ബൈബിൾ ക്വിസിൻ്റെ ഭാഗമായി ഇവിടെ കടന്നു വരുവാനും ആ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുവാനും അതോടൊപ്പം നടക്കുന്ന ഈ വചന ശുശ്രൂഷയിൽ എനിക്കൊരവസരം ലഭിച്ചതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ മാത്യു വർഗീസ് സാറിനും മറ്റ് ജഡ്ജസ്, എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയമെന്ന് പറയുന്നത് ആധുനിക ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും സാക്ഷ്യത്തിനുള്ള അല്ലെങ്കിൽ സാക്ഷ്യ ശുശ്രൂഷയ്ക്കുള്ള പങ്ക്, ഇതാണ് നമ്മുടെ വിഷയം. ഇന്ന് അല്പസമയത്തെ സംസാരിക്കാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം. ഇവിടെ ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവവചനം. ഈ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നമുക്ക് ഏറ്റവും കാതലായിട്ട് കാണാൻ കഴിയുന്നൊരു വിഷയം, മനുഷ്യനെക്കുറിച്ചുള്ള സകല ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയാണ് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നത്. മനുഷ്യനെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായും കൃത്യമായും ഒരു ആൻസർ കണ്ടെത്തണമോ? നമ്മൾ തിരുവചനത്തിലേക്ക് വന്ന് തിരുവചനം പഠിക്കുന്നുവെങ്കിൽ ഒരു മനുഷ്യൻ്റെ ആരംഭം എങ്ങനെയാണ്, അതിൻ്റെ അവസാനം എന്താണ്, അതിനുശേഷമുള്ളവൻ്റെ ജീവിതം എന്താണെന്ന് വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നൊരു പുസ്തകമാണ് ദൈവവചനം എന്നുള്ളത്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിൽ പറഞ്ഞത് നമുക്ക്
സാക്ഷ്യത്തിന് എന്താണ് നമ്മുടെ ആരാധനയിലുള്ള പങ്ക് എന്നാണ്. അതിനെക്കുറിച്ച് ഞാനിവിടെ ചിന്തിച്ചപ്പോൾ നമ്മൾ ദൈവവചനം പഠിക്കുന്ന സമയത്ത് സാക്ഷ്യ ജീവിതത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാര്യം അപ്പോസ്തലന്മാരാണ് ആദ്യത്തെ, അതായത് പെന്തക്കോസ്ത് നാളിന് ശേഷം പത്രോസിൻ്റെ ഒറ്റ പ്രസംഗത്തിൽ തന്നെ 3000 പേരാണ് രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേർന്നത്. അവിടെ അതിനു മുമ്പ് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ നഗരം വിട്ടു പോകാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. അങ്ങനെ അവർ കാത്തിരുന്നതിൻ്റെ ഫലമായി പരിശുദ്ധാത്മാവ്, അന്നേരം തന്നെ കർത്താവ് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അപ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും, നിങ്ങൾ യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാവും. ഒന്നാമത്തെ കാര്യം, നമുക്ക് സാക്ഷികളായി തീരണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ? സാക്ഷ്യം പറയാനൊക്കത്തുള്ളൂ. ജീവിതത്തിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ സാക്ഷ്യമെന്ന് പറയുന്നത് പാപത്തിൻ്റെ അന്ധകാരത്തിൽ കിടന്ന നമ്മെ സ്നേഹസ്വരൂപനായ കർത്താവ് വീണ്ടെടുത്ത് വിടുവിച്ച് ദൈവ സാന്നിധ്യത്തോട് അടുപ്പിച്ചു എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സാക്ഷ്യം. അതിനുശേഷമുള്ള സാക്ഷ്യങ്ങളേ ഉള്ളൂ നമ്മൾ പ്രാർത്ഥനയാലും ഉപവാസത്താലും വചനധ്യാനത്താലും ഒക്കെ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നത്. അതായത് ഇന്നത്തെ കൂട്ടായ്മയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട്, പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാനുള്ള അവസരമുണ്ട്, സാക്ഷ്യത്തിനുള്ള അവസരങ്ങളുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന സാക്ഷ്യങ്ങൾ, ഇപ്പം നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ വരുമ്പോൾ 9-ാം അധ്യായത്തിൽ വരുമ്പോൾ പൗലോസ്, അതായത് സഭയെ കൊന്നുമുടിക്കുവാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് യെരൂശലേമിലെ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവും വാങ്ങി അവൻ ദമസ്കോസിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അവിടെ വെച്ച് അവന് ദൈവിക സന്ദർശനം ഉണ്ടാകുകയും അവൻ ആ മൃഗവാഹനത്തിൽ നിന്ന് നിലത്ത് വീഴുകയും അവൻ കേൾക്കുന്ന ശബ്ദം, അതായത് നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു വാക്യം കൂടെ ഓർപ്പിക്കട്ടെ. 1 യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നു, ഞങ്ങൾ കണ്ടതും കേട്ടതും നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ കണ്ടതാണ് സാക്ഷ്യമെന്ന് പറയുമ്പോൾ മെയിനായിട്ടുള്ള കാര്യം നമ്മളത് കണ്ടതായിരിക്കണം, അല്ലെങ്കിൽ നമ്മളത് കേട്ടതായിരിക്കണം, അല്ലെങ്കിൽ നമ്മളത് തൊട്ടതായിരിക്കണം. ഇങ്ങനെ നമ്മളുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണ് സാക്ഷ്യത്തിലൂടെ മെയിനായിട്ടുള്ളത്. കാര്യം നമ്മൾ കണ്ടതും കേട്ടതും തൊട്ടതുമായിട്ടുള്ള വിഷയങ്ങളെ ഖണ്ഡിക്കുവാൻ തക്കവണ്ണം ആർക്കും സാധ്യമല്ല. അങ്ങനെ പൗലോസ് കടന്നു വന്ന് പൗലോസിനോട് ചോദിച്ചു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവരെ കൊല വിളിക്കാൻ വേണ്ടി വന്ന പൗലോസ് അവിടെ ശൗലി ചോദിക്കുന്നു, നീ ആരാകുന്ന കർത്താവേ? ഒറ്റ സ്പർശനത്തിൽ അവന് മനസ്സിലായി ഇത് ഒരു കർത്താവാണ്, അല്ലെങ്കിൽ കർത്താവിന് മാത്രമേ എന്നെ ഈ കുതിരപ്പുറത്തൊന്നും തള്ളിയിടാനായിട്ട്, അല്ലെങ്കിൽ ഇത്ര വലിയ തേജോമയനായ ഒരു രൂപത്തിൽ വന്ന് വെളിപ്പെടുവാൻ കഴിയത്തുള്ളെന്നുള്ള ആ യാഥാർത്ഥ്യം പൗലോസ് മനസ്സിലാക്കുന്നു. വീണ്ടും നമ്മൾ കാണുമ്പോൾ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ 2 പ്രാവശ്യം പൗലോസ് പറയുന്നു തൻ്റെ സാക്ഷ്യം. ഒന്ന് തന്നെ യെരൂശലേമിൽ വെച്ച് പിടിച്ചുകൊണ്ടു പോകുന്ന സമയത്ത് കോട്ടയുടെ പടിവാതിൽക്കൽ വെച്ച് പറയുന്നു, എനിക്കൊരിക്കൽ ഇങ്ങനൊരു ദർശനം ഉണ്ടായി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് യേശു കർത്താവിനെ താൻ അവിടെ സാക്ഷീകരിക്കുക. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ പുരോഹിതന്മാരുടെയും അധികാരികളുടെയും മുൻപിൽ വെച്ച് എൻ്റെ കർത്താവാണ് എനിക്ക് വേണ്ടി ഇത് ചെയ്തതെന്ന് പറയുവാനുള്ള ധൈര്യവും തൻ്റെ ഇടവും അതേ ഏതൊരു വ്യക്തിക്കും ലഭിക്കത്തുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. രണ്ടാമത് വീണ്ടും 22-ാമത്തെ അധ്യായത്തിൽ അഗ്രിപ്പ രാജാവിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് പറയുകയാണ്, അവന് ഭയപ്പെടേണ്ട കാര്യമില്ല, കാര്യം പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായതുകൊണ്ട് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവന് ധൈര്യം പകർന്നു കൊടുത്തു. ഇതുപോലെ തന്നെ നമുക്കറിയാം, അതുകൊണ്ട് സാക്ഷ്യം പറയുവാൻ അവൻ ധൈര്യമുള്ളവനായി തീർന്നു. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ വരുമ്പോൾ ഒരു കൊർന്നല്യോസിന് ദൈവം ഒരു ദർശനം കൊടുക്കുന്നു, അതുപോലെ തന്നെ പത്രോസിന് ഒരു ദർശനം കൊടുക്കുന്നു. ഇവർ തമ്മിൽ കൂടിക്കാണുമ്പോൾ അവരവരുടെ ദർശനത്തെക്കുറിച്ച് പറയുന്നു. അത് അവരുടെ ആത്മീയ വർധനത്. ആ പൗലോസ്, അതായത് പത്രോസിൻ്റെ പ്രസംഗത്തിന് ശേഷം പത്രോസിൻ്റെ പ്രസംഗം കേട്ട വ്യക്തികളുടെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ അധികമായിട്ട് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ജീവിക്കുന്ന സാക്ഷികളായി പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും, അതായത് വ്യത്യസ്ത നിലവാരങ്ങളിലാണ് ഓരോരുത്തർക്കും വിടുതലുകൾ ലഭിക്കുന്നത്. ആ ലഭിക്കുന്ന വിടുതൽ അതേ മാറ്റോടുകൂടി വന്ന് നമ്മൾ സഭയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ സാക്ഷീകരിക്കുമ്പോൾ അത് അനേകരുടെ ജീവിതത്തിൻ്റെ വിശ്വാസ വർധനയ്ക്കും അവരുടേതായ വചനത്തിലുള്ള ഉറപ്പിനും
തുടർന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നതിനുമൊക്കെ കാരണമായി തീരും. അങ്ങനെ ഈ ആധുനിക യുഗത്തിൽ എല്ലാ സഭകളിലും ഇങ്ങനെയുള്ളൊരവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന പ്രത്യേക ഈ സ്ഥാപനത്തോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വോയിസ് ഓഫ് ടൈംസ് റൗണ്ടോടുകൂടി നമ്മുടെ ഹെർമോൺ സ്റ്റേജ് അവസാനിക്കുകയാണ്. ഹെർമോൺ സ്റ്റേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൗണ്ടായിരുന്നു വോയിസ് ഓഫ് ടൈംസ് എന്ന് പറയുന്ന പ്രസംഗ മത്സരത്തിൻ്റെ വേദി. അവിടെ നമ്മൾ നൽകിയിരുന്ന വിഷയവും കാലിക പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് ആധുനിക ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആരാധനയിൽ സാക്ഷ്യ ശുശ്രൂഷയുടെ പങ്ക്. ഇതിൽ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികളും ആ വിഷയത്തിനോട് യോജിക്കുന്ന രീതിയിലാണ് അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചത്. അപ്പോൾ ഒരു പ്രസംഗത്തിൻ്റെ സമ്മാനം നേടുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്രകാരം ഒരു വേദിയിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുവാൻ തക്കവണ്ണം ഒരു വലിയ അവസരമാണ് ദൈവം നൽകിയത്. അതുതന്നെ എന്നെ ചില മത്സരാർത്ഥികൾ വിളിച്ച് അതിനെക്കുറിച്ച് സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ടായി. കാരണം ഞങ്ങൾക്കിതുവരെ ഇങ്ങനെ പറയുവാനൊരവസരം ലഭിച്ചിരുന്നില്ല, സാക്ഷ്യത്തിൻ്റെ പരസ്യമായ അവസരം ലഭിച്ചിരുന്നില്ല. അപ്പോൾ നാം ഇവിടെ ഈ എപ്പിസോഡ് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഈ സ്റ്റേജ് അവസാനിക്കുമ്പോൾ ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളുള്ള അനേകായിരങ്ങൾ പങ്കെടുത്ത എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുകയാണ്. തീർച്ചയായിട്ടും ആരാധനയിൽ സാക്ഷ്യ ശുശ്രൂഷയുടെ പങ്ക് വളരെ വലുതാണ്. ആരാധനകളിൽ സാക്ഷ്യ ശുശ്രൂഷകൾക്കായുള്ള അവസരങ്ങൾ ഒരുക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നാം ഈ വേദിയിൽ നിന്ന് പ്രഖ്യാപിക്കുകയാണ്. കാരണം ഇവിടെ പ്രസംഗിച്ച ആരും അത് വേണ്ട എന്നല്ല, പ്രത്യുത അത് നടക്കുന്നില്ല. പിന്നെ നമ്മുടേതായിട്ടുള്ള പരിമിതികളിൽ നിന്നുകൊണ്ട് ആരെയും വിമർശിക്കുവാനാണ് നമ്മൾ ആഗ്രഹിച്ചത്. എന്തുകൊണ്ടത് ആവശ്യമായിരിക്കുന്നു എന്നാണ് നാം ചിന്തിച്ചത്. തീർച്ചയായിട്ടും അപ്രകാരം ഒരു അഭിപ്രായം അത് എല്ലാവരും അംഗീകരിച്ച് പ്രസംഗിച്ചതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സാക്ഷ്യ ശുശ്രൂഷയ്ക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകട്ടെ. അത് നമ്മുടെ കർത്താവിനെ ഉയർത്തുവാനും മഹത്വപ്പെടുത്തുവാനുള്ള മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ റൗണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ കീപ്പിംഗ് ദ ടൈം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 7 മിനിറ്റിൽ കൂടുതൽ പറയാൻ പാടില്ല, 6 മിനിറ്റിൽ കുറച്ച് പറയാൻ പാടില്ല. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ആദ്യത്തെ വേദിയായിരിക്കാം. എങ്കിലും എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ പ്രസംഗ കലയെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഓഡിയൻസിൻ്റെ മുന്നിൽ നിൽക്കാനുള്ളത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. ഭാഗ്യം എന്നല്ല ഞാൻ പറയുന്നത്, ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ നിൽക്കാൻ പറ്റുള്ളൂ. സാധാരണഗതിയിലൊക്കെ എന്ന് പറഞ്ഞാൽ മുട്ടടിക്കും. വാസ്തവമായിട്ട് നമ്മളൊക്കെ പ്രസംഗ മത്സരത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുമ്പോൾ വാക്കുകൾ പോലും വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരിക്കലും ഒരു പ്രസംഗ മത്സരത്തിന് പോയപ്പോൾ അവിടെ വന്ന് പ്രാസംഗികൻ്റെ പ്രസംഗം മറന്നു, അതിന് പുള്ളി ഒരു കവിത ചൊല്ലിയിട്ട് തിരിച്ചുപോയി. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇവിടെ വന്നവരെല്ലാം ഓൺ ആൻ ആവറേജ് ദേ ഡിഡ് വെരി വെൽ, വളരെ നന്നായിട്ട്. പിന്നെ ഈ മാർക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മുടേതായിട്ടുള്ള വിഷയത്തിൻ്റെ വിശകലനമൊക്കെ വരുമ്പോൾ അത് പരിചയം കൊണ്ട് ലഭിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ നിങ്ങളൊരു ആരംഭം കുറിച്ച്, നിങ്ങളൊക്കെ പ്രസംഗിച്ചാണ് നേരത്തെ, പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഒരു ആരംഭം കുറിച്ച് കഴിഞ്ഞു. ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിപുലീകരിക്കുവാനും നമ്മുടെ പ്രസംഗം രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ചോ മറ്റ് സമകാലിക പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല. നമ്മൾ പ്രസംഗിക്കുന്ന ആരെക്കുറിച്ചാണ്? വി ആർ പ്രീച്ചിങ് ക്രൈസ്റ്റ് ദ ക്രൂസിഫൈഡ്, ക്രൂശിക്കപ്പെട്ട കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രസംഗിക്കുന്നതിൻ്റെ 100 ഇരട്ടി ഊർജ്ജമായിരിക്കും ഓരോ പ്രാവശ്യവും വർദ്ധിച്ച് കിട്ടുന്നു. അതുകൊണ്ട് ഇവിടെ കിട്ടിയ മാർക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ അനുഭവം ഇതൊരു ചവിട്ടുപടിയാണ്. നാം ലോകത്തോട് പ്രസംഗിക്കണം. കാരണം പ്രസംഗങ്ങളാണ് 10,000 കർത്താവിലേക്ക് ആകർഷിച്ചത്. ആദ്യത്തെ പ്രസംഗം തന്നെ 3000 പേരെയാണ് ആകർഷിച്ചത്. കർത്താവ് ഊരുകളിൽ നടന്ന് മുഴുവൻ പ്രസംഗമായിരുന്നു. എത്ര ആയിരം പ്രസംഗമാണ് കർത്താവ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു ആരംഭമാണ്. നിങ്ങളിത് ആരംഭമായിട്ട് കണക്കാക്കിക്കൊണ്ട് പ്രസംഗം തുടർന്നുകൊണ്ടേയിരിക്കണം. ഓൾറൈറ്റ്, അതൊരു അഭ്യർത്ഥനയാണ്. മിസ്റ്റർ ഷാനി ജോസിന് 5 മാർക്ക് ലഭിക്കുന്നു. സമയത്തിൻ്റെ പരിധി. ഒരുപാട് ഭയമുണ്ടായിരുന്നു, ഒരുപാട് നെർവസായിരുന്നു. അതിന് ഭയപ്പെടേണ്ട, നെർവസാകേണ്ട കാര്യമില്ല. 5 മാർക്സ് ഫയൽ. രണ്ടാമത്തത് മിനി സൂസൻ ഷാജിയാണ്. സമയമൊക്കെ വിട്ടുപോയി. 7 മിനിറ്റ് കഴിഞ്ഞ് 7.5 മിനിറ്റായിട്ടും ബെല്ലടിച്ചതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ല. അതിന് തൊണ്ട വരേണ്ടതാണ്. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. മിനി സൂസൻ ഷാജിക്ക് 4 മാർക്ക് കൊടുക്കുന്നു. അവസാനമായിട്ട് സൂസൻ നൈനാൻ വളരെ വിശാലമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. അതിൻ്റെ നാനാപരപ്പുകളെക്കുറിച്ച്, തലങ്ങളെക്കുറിച്ചൊക്കെയും വിശദമായിട്ട് തന്നെ വിശകലനം ചെയ്തു. സന്തോഷമുണ്ട്. സൂസൻ നൈനാന് 5.5 മാർക്ക് ലഭിക്കുന്നു. അങ്ങനെ ഈ പ്രസംഗ റൗണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. നിങ്ങൾക്കും വളരെ ആശ്വാസമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട്
ഇനിയും അടുത്തതായിട്ട് അറിയാനുള്ളത് സ്കോർ കാർഡാണ്. യെസ്, പ്ലീസ് അനൗൺസ് ദ വിന്നേഴ്സ് ആൻഡ് ദെയർ മാർക്സ്. Mrs. Susan Nainan gets the first prize Mrs. Susan Nainan gets the first prize, with 42.5 mark. 42.5 marks, very good score. And the second prize to Mrs. Mini Susan Shaji Second prize goes to Mini Susan Shaji, with 11 marks. 11 marks. And the consolation prize to this. And consolation goes to Shani Juice. Right, സമ്മാനദാനമാണ്. ഈ എപ്പിസോഡും ഈ സ്റ്റേജ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇതിൽ പങ്കെടുത്ത് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.